ഇവിടെ ഹൈന്ദവ സഹോദരങ്ങളും ഇസ്ലാം സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും ഇന്ത്യക്കാർ എല്ലാവരും വൈദേശികാധിപത്യത്തിനെതിരിൽ സമരം ചെയ്യുമ്പോൾ നിങ്ങളുടെ ആചാര്യന്മാർ എവിടെയായിരുന്നു? നിങ്ങൾ ഏറ്റവും അധികം ഭയക്കുന്നത് ആ ചരിത്രത്തെയാണ്. നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ ബ്രിട്ടീഷുകാരന് പാദസേവ ചെയ്യുകയായിരുന്നില്ലേ? ഈ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി നടന്ന സമരത്തിൽ ഒരു കാരമുള്ളെങ്കിലും കാലിൽ തറച്ച ഒരു പാരമ്പര്യം നിങ്ങൾക്ക് അവകാശപ്പെടാനുണ്ടോ? നിങ്ങൾ അതിന് മറുപടി പറഞ്ഞിട്ട് വേണം നിങ്ങൾ പൗരത്വ നിയമത്തെ പറ്റി സംസാരിക്കാൻ, പൗരത്വം തെളിയിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങളോട് ആവശ്യപ്പെടാൻ. ഒരു കാരമുള്ള കാലിൽ തറച്ച, നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഏകദേശം 1 വർഷം മുമ്പ് ഡൽഹി നിയമസഭയുടെ അകത്ത് ടിപ്പു സുൽത്താന്റെ ചിത്രം പ്രദർശിപ്പിക്കുവാൻ ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തയ്യാറായി. ആകെ പ്രശ്നമായി. ബിജെപിക്കാർ പ്രശ്നവുമായി വന്നു. ടിപ്പുവിന്റെ ചിത്രമോ? ടിപ്പു എന്ന് കേൾക്കുമ്പോൾ ഒരു ഹാലിളക്കമാണ്. ആരാ ടിപ്പു സുൽത്താൻ? ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ, നീതിമാനായ, ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കിയ ഭരണാധികാരിയാണ്. ലാൻഡ് സർവേ ആദ്യമായി നടപ്പിലാക്കിയ ടിപ്പു സുൽത്താനാണ്. കേരളത്തിൽ നമുക്കറിയാം, EMSന്റെ മന്ത്രിസഭ വന്നപ്പോ KR ഗൗരിയമ്മ റവന്യൂ മന്ത്രിയായിരുന്നപ്പോ ഭൂപരിഷ്കരണം നടപ്പിലാക്കി. അതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ടിപ്പു സുൽത്താൻ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി കൃഷിഭൂമി കർഷകൻ എന്ന് പറഞ്ഞു. ജന്മി കുടിയാൻ വ്യവസ്ഥകൾ റദ്ദു ചെയ്തു. കീഴാള മേലാള സമ്പ്രദായം അവസാനിപ്പിച്ചില്ലേ? ചരിത്രമാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം കേരളത്തിലേക്ക് കടന്നു വരുമ്പോ പാവപ്പെട്ട കറുത്ത വർഗക്കാരായ സ്ത്രീകൾ മാറുമറയ്ക്കാതെ പോകുന്നത് കണ്ടു. അദ്ദേഹം ചോദിച്ചു, എന്താ ഇത്? അവർ കീഴാള വർഗത്തിൽപ്പെട്ടവരാണ്, അവർക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അവിടെ നിന്നുകൊണ്ട് ഉത്തരവിട്ടു, മറക്കപ്പെടാത്ത മാറുകൾ അരിഞ്ഞു വീഴ്ത്തും. കീഴാള സമൂഹത്തിന്റെ ചാരിത്ര്യവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെട്ടു. ചേലക്കര എന്ന് പറയുന്ന തൃശ്ശൂരിലെ ഒരു നാമം പോലും അങ്ങനെയല്ലേ ഉണ്ടായത്? ചേലക്കര ഇന്നൊരു നിയമസഭാ മണ്ഡലമാണ് ചേലക്കര എന്ന് പറയുന്നത്. ആ ചേലക്കരയ്ക്ക് നാമകരണം പോലും നൽകപ്പെട്ടത് ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ്. അതാണ് ടിപ്പു സുൽത്താൻ. ധീരനായ പോരാളിയായിരുന്നു. ബ്രിട്ടീഷുകാരനെതിരെ പോരാടി, ജീവിതാവസാനം വരെ പോരാടി. അദ്ദേഹത്തിന് കപ്പം കൊടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാരന്റെ ഇഷ്ടദാസനായി മരണം വരെ രാജാവായി ജീവിക്കാമായിരുന്നു. ജീവിച്ചില്ല. ശ്രീരംഗപട്ടണം കോട്ടയുടെ അകത്ത് വെച്ച് 1799 മെയ് മാസം 4-ാം തീയതി അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചു. ഉജ്ജ്വലമായ പോരാട്ടം. അവസാനം ടിപ്പു വീണു. ടിപ്പു വീണപ്പോൾ മരിച്ചു എന്നുള്ള ഒരു സംശയത്തോടു കൂടി ബ്രിട്ടീഷുകാരന്റെ അതിയായ ആഗ്രഹം, ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ അതിയായ ആഗ്രഹം, അദ്ദേഹത്തിന്റെ നെഞ്ചത്തൊന്ന് ചവിട്ടുന്നതിന് വേണ്ടി കാലെടുത്ത് പൊക്കി മരണശയ്യയിൽ കിടന്നുകൊണ്ട് ആ കാല് അരിഞ്ഞു വീഴ്ത്തി. അതാണോ ടിപ്പു സുൽത്താൻ? ധീരനായ ടിപ്പു സുൽത്താൻ. ടിപ്പു രക്തസാക്ഷിത്വം വരിച്ചപ്പോഴാണ് ബ്രിട്ടീഷുകാരൻ പറഞ്ഞത്, ഇനി ഇന്ത്യ നമ്മുടേതായി എന്ന്. ആ സന്ദർഭത്തിലാണ് പറഞ്ഞത്, ഇനി ഇന്ത്യ നമ്മുടേതായി. എന്തുകൊണ്ട് അതുവരെ പറയാൻ സന്നദ്ധനായില്ല? അതാണ് ചരിത്രം. കെജ്രിവാൾ അദ്ദേഹം പറഞ്ഞു, ആ ടിപ്പു സുൽത്താന്റെ ചിത്രമാണ് ഞാൻ ഇവിടെ വെക്കുന്നത്. നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? ഉണ്ടെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ രാജ്യത്തിന് വേണ്ടി ടിപ്പുവിന് സമാനമായ സംഭാവന വേണ്ട, അതിന്റെ 1000-ലൊരംശം സമാനമായ സംഭാവന നൽകിയ ഇത് വേണ്ട, 1000-ലൊരംശം സംഭാവന നൽകിയ പേര് വേണ്ട. എന്തെങ്കിലും ഈ രാജ്യത്തിന് വേണ്ടി ഒന്ന് ചെയ്ത, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു സംഭാവന ചെയ്ത ഒരു പേര് പറ ബിജെപിക്കാരാ, ഞാൻ ഇവിടെ വെക്കാം. അരവിന്ദ് കെജ്രിവാളിന്റെ വെല്ലുവിളിയാണ്. നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിച്ചോ? സാധിക്കില്ല. ലോകാവസാനം വരെ ആ ചോദ്യം ഉത്തരം കിട്ടാതെ നിലനിൽക്കുക തന്നെ ചെയ്യും. ആരും സംശയിക്കേണ്ട കാര്യമില്ല. അതാണ് സംഘപരിവാറുകാരന്റെ ചരിത്രം. അവരാണ് പറയുന്നത് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ഈ രാഷ്ട്രങ്ങളല്ല. ഞാൻ പറയട്ടെ, ഈ രാഷ്ട്രങ്ങളല്ല. സാക്ഷാൽ സൗദി അറേബ്യ ഉണ്ടല്ലോ. ഇവിടെ ഇശാ നമസ്കാരത്തിന്റെ ബാങ്ക് ഞാൻ നിങ്ങളും കേട്ടു. 5 നേരം ബാങ്കുലി നാം കേൾക്കുന്നു. വിശ്വാസികൾ നിർബന്ധമായും 5 നേരം സിട്ടാവിന് വണങ്ങുന്നു, ആരാധനയർപ്പിക്കുന്നു. അവരുടെ നെഞ്ചു തിരിച്ചു വെക്കുന്നത് വിശുദ്ധ കഅബാലയത്തിലേക്കാണ്. ആ കഅബാലയം സ്ഥിതി ചെയ്യുന്നത്, പരിശുദ്ധമായ കഅബാലയം സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ്. വിശ്വപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മം കൊണ്ടതും വഫാത്തായതും സൗദി അറേബ്യയിലാണ്. ആ സൗദി അറേബ്യ എന്ന് കേട്ടാലും നമ്മുടെ മാതൃരാജ്യവുമായി നാം അതിനെ തുലനം ചെയ്യില്ല. അതാണ് ചരിത്രം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ചരിത്രം? 1921 ആഗസ്റ്റ് മാസത്തിൽ ഇത്തിരി പോന്ന ഒരു മനുഷ്യൻ, വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന മനുഷ്യൻ, ഏറനാട് വള്ളുവനാട് താലൂക്കുകൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. സ്വന്തമായി പാസ്പോർട്ട് വ്യവസ്ഥകളും നികുതി വ്യവസ്ഥകളും ഏർപ്പെടുത്തി. ബ്രിട്ടീഷുകാരന്റെ സിംഹാസനം വിറകൊണ്ടു.
ഇത്തിരി പോന്നൊരു മനുഷ്യൻ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെല്ലുവിളിക്കുകയോ? അവരെന്തു ചെയ്തു? അന്നത്തെ DSP ആയിരുന്ന ഹിച്ച്കോക്ക് ഇൻസ്പെക്ടർ രാമനാഥ് അയ്യർ വശം ഒരു കത്ത് കൊടുത്തയച്ചു. എന്താണ് ആ കത്തിലെ വാചകമെന്നറിയുമോ? അത് പറയാനാണ് ഞാനിത് സൂചിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ ഈ നടപടികളൊക്കെ അങ്ങ് അവസാനിപ്പിച്ചാൽ മാപ്പ് നൽകാമെന്ന് മാത്രമല്ല, മാപ്പ് നൽകി മക്കയിലേക്ക് അയക്കാം. അതിനുമപ്പുറം ഒരു ഓഫർ ഉണ്ടോ? മക്കയിലേക്ക് അയക്കാം. അന്ന് വാരിയംകുന്നൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, അത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞത്. വാരിയംകുന്നൻ പറഞ്ഞു, നിങ്ങൾ കേവലം എന്നെ വഞ്ചിക്കുക എന്നുള്ള പരിമിതമായ ലക്ഷ്യത്തിന് വേണ്ടി ഭൂമിയിലെ ഏറ്റവും പരിശുദ്ധമായ മക്ക എന്ന് പറയുന്ന പദം ഉച്ചരിച്ചത് മിസ്റ്റർ ഹിച്ച്കോക്ക് എന്നെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തുന്നു. നിങ്ങൾ പറഞ്ഞല്ലോ മക്കയിലേക്ക് അയക്കാമെന്ന്. ഞാൻ 4 തവണ മക്കയിൽ പോയിട്ടുണ്ട്, നിരവധി ഹജ്ജും ഉംറയും നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ മിസ്റ്റർ ഹിച്ച്കോക്ക്, താങ്കൾ മറന്നുപോയൊരു കാര്യമുണ്ട്. ഞാൻ ജനിച്ചത് മക്കയിലല്ല. വീരേതിഹാസങ്ങൾ രചിക്കപ്പെട്ട ഏറനാടിന്റെയും വള്ളുവനാടിന്റെയും മണ്ണിലാണ് ഞാൻ ജനിച്ചതെങ്കിൽ ആ മണ്ണിൽ മരിച്ചു വീഴാൻ, ആ മണ്ണിൽ ലയിച്ചു ചേരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്കൾക്ക് പോകാം. സൗദി അറേബ്യ എന്ന് കേട്ടപ്പോ പോലും, മക്ക എന്ന് കേട്ടപ്പോ പോലും ജന്മനാടുമായി തുലനം ചെയ്യാതെ പ്രവാചകൻ പറഞ്ഞില്ലേ, ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ. മുസൽമാൻ, സ്വരാജ്യ സ്നേഹം നിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. നിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതാണ് ചരിത്രം. ആ വാരിയംകുന്നനെ അവസാനം ചതുവിൽ പിടിച്ചു. മലപ്പുറം കോട്ടക്കുന്നിന്റെ ചരിവിൽ കൊണ്ടുവന്ന് നിർത്തി 1922 ജനുവരി മാസം 20-ാം തീയതി. ഇന്ന് 25 5 ദിവസം മുമ്പ് 1922 കൊണ്ടുവന്ന് നിർത്തിയിട്ട് വധശിക്ഷ നടപ്പിലാക്കാൻ പോവുകയാണ്. വാരിയംകുന്നനോട് ചോദിച്ചു, മിസ്റ്റർ വാരിയംകുന്നൻ, ബ്രിട്ടീഷുകാരനെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ താങ്കൾക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു, നടപ്പിലാക്കാൻ പോകുന്നു. എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അങ്ങനെ ഒരു നടപടിക്രമമുണ്ട്. ഇപ്പോ ഡൽഹിയിലെ മറ്റേ ആ കേസുമായി ബന്ധപ്പെട്ട് വധശിക്ഷ വിധിച്ചവർക്കുള്ള അവരുടെ അന്ത്യാഭിലാഷവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇന്നലെയും ഒക്കെ ഞാനും നിങ്ങളും പത്രത്തിൽ വായിച്ചില്ലേ? ഇന്നുമുണ്ടത്. സ്വന്തം കുടുംബത്തെ കാണാം, അവരുടെ വസ്തുവകകൾ, അവരുടെ ഓഹരികൾ ആർക്ക് കൊടുക്കണമെന്ന് പറയാം. അങ്ങനെ പല ആഗ്രഹങ്ങളും പറയാനുള്ളൊരു നടപടിക്രമം ഇന്നുമുണ്ട്. അങ്ങനെ വാരിയംകുന്നനോട് ചോദിച്ചു, താങ്കളുടെ അന്ത്യാഭിലാഷം എന്താണ്? മരണത്തെ മുഖാമുഖം കാണാൻ പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി മരിക്കുകയാണ്. അഭിമാനത്തോടു കൂടി ഞാൻ മരിക്കുന്നു, സന്തോഷത്തോടു കൂടി ഞാൻ മരിക്കുന്നു. നിങ്ങൾ ചോദിച്ചല്ലോ അന്ത്യാഭിലാഷം എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഉണ്ട്. നിങ്ങൾ സാധാരണ കണ്ണ് കെട്ടിയിട്ട് പുറകിൽ നിന്നാണല്ലോ വെടിവെക്കുന്നത്, അതാണല്ലോ രീതി. പക്ഷേ ഞങ്ങൾ മാപ്പിളമാർ, ഞങ്ങൾ മുസ്ലിങ്ങൾ ജീവിതം പോലെ മരണവും അഭിമാനത്തോടു കൂടി വരിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ണ് കെട്ടാതെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് വെടിവെക്കാൻ ബ്രിട്ടീഷുകാരാ നിനക്ക് സാധിക്കുമോ? സാധിക്കുമെങ്കിൽ അതാണ് എന്റെ അന്ത്യാഭിലാഷം. ബ്രിട്ടീഷുകാരന്റെ പട്ടാളം വിറയ്ക്കുന്ന കൈകളോടുകൂടിയാണ് കാഞ്ചി വലിച്ചത്. വാരിയംകുന്നൻ ഇത്തിരി പോകുന്ന ഒരു മനുഷ്യൻ നെഞ്ചു നിവർത്തി പിടിച്ചുകൊണ്ട് ഉയർന്ന ശിരസുമായി, ഇടറാത്ത കണ്ഠവുമായി, പതറാത്ത പാദങ്ങളുമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട്, ജയ് ഹിന്ദ് എന്ന് വിളിച്ചുകൊണ്ട് മലപ്പുറം കോട്ടക്കുന്നിന്റെ ചരിവിൽ ബ്രിട്ടീഷുകാരന്റെ തോക്കിൽ നിന്നും വന്ന വെടിയുണ്ടയെ തന്റെ ഇടനെഞ്ചു കൊടുത്ത് സ്വീകരിക്കുകയായിരുന്നു, രക്തസാക്ഷിത്വം വരിക്കുകയായിരുന്നു. RSSകാരാ, BJPക്കാരാ, സാക്ഷാൽ അമിത്ഷായോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് സമാനമായി എന്ത് സൂചിപ്പിക്കാനുണ്ട്? എന്ത് സൂചിപ്പിക്കാനുണ്ട്? പാവപ്പെട്ട മനുഷ്യൻ അർത്ഥനഗ്നനായ ഫക്കീറിനെ പോലെ ഒരു മുണ്ടും ഒരു മേൽമുണ്ടും ധരിച്ചുകൊണ്ട് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ സഞ്ചരിച്ചു. ഗ്രാമാന്തരങ്ങളിലൂടെ ഇന്ത്യയുടെ മനസ്സ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു സഹോദരങ്ങളെ, മുസ്ലിങ്ങളെ, ക്രൈസ്തവരെ എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വം നൽകി മഹാത്മജി. ആ മഹാത്മജി നിങ്ങൾക്കറിയുമോ, സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ആഘോഷത്തിൽ പങ്കാളിയാകാനില്ലായിരുന്നു. ആ സന്ദർഭത്തിൽ വിഭജനവുമായി ബന്ധപ്പെട്ട കൽക്കട്ടയിലെ നവഖാലിയിൽ വർഗീയ കലാപം കൊടുമ്പിരി കൊണ്ടു. കൊലക്കത്തിയുമായി, ബോംബുകളുമായി നരാധമന്മാർ അഴിഞ്ഞാടുകയായിരുന്നു. ആ മനുഷ്യൻ അവിടേക്ക് ഓടിയെത്തി, ആഘോഷങ്ങളിൽ പങ്കാളിയാകാതെ. എന്നിട്ട് എല്ലും തോലുമായ മനുഷ്യൻ ഗർജിക്കുകയായിരുന്നു, ഇൻസ്റ്റെഡ് ഓഫ് കില്ലിംഗ് മൈ മുസ്ലിം ബ്രദേഴ്സ് യു ഷൂട്ട് മീ. എന്റെ മുസ്ലിം സഹോദരങ്ങളെ കൊല്ലുന്നതിന് പകരം എന്റെ വിരിമാറിലേക്ക് വെടിയുണ്ട പായിക്കൂ. അതാണ് ഗാന്ധിജി. ആ ഗാന്ധിജിയുടെ അനുയായികളാണ് ഇന്ത്യയിലെ ഹൈന്ദവ സഹോദരങ്ങൾ. നാം മനസ്സിലാക്കണം, ആ ഗാന്ധിജിയുടെ അനുയായികളാണ്. ഹൈന്ദവ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൈതൃകം ഉജ്ജ്വലമാണ്. അവരുടെ പൈതൃകം ഉജ്ജ്വലമാണ്.
ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ വേട്ടയാടിയ കാട്ടാളനോട് മാനുഷാദ അരുത് കാട്ടാള എന്ന് പാടിയ വാൽമീകി മഹർഷിയുടെ അനുയായികളാണ് എന്റെയും നിങ്ങളുടെയും ചങ്കിന്റെ ചങ്കായ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഉമ്മക്ക് പിറന്നില്ലെങ്കിലും നമ്മുടെ അമ്മക്ക് പിറന്ന നമ്മുടെ സഹോദരങ്ങൾ, ഹൈന്ദവ സഹോദരങ്ങൾ. നാം മറന്നുകൂടാ. നിങ്ങൾക്കറിയില്ലേ സ്വാമി വിവേകാനന്ദനെ? കേവലം 33 വയസ്സുള്ള ചെറുപ്പക്കാരൻ, സൗന്ദര്യത്തിന്റെ പ്രതിരൂപം. 1893 ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനം. ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് വിവിധ മതങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പലരും വന്നു, പലരും പ്രസംഗിച്ചു. അവസാനം പ്രസംഗത്തിനായി ക്ഷണിക്കപ്പെട്ടത് സ്വാമിജിയായിരുന്നു. അദ്ദേഹം തന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതും ഒടുക്കത്തിൽ പറഞ്ഞതും ചരിത്രത്തിന്റെ ഭാഗമാണ്. അദ്ദേഹം പറഞ്ഞു, സഹോദരി സഹോദരന്മാരെ, ഞാൻ വരുന്നത് ഇന്ത്യ എന്ന് പറയുന്ന നാട്ടിൽ നിന്നാണ്. വിവിധ മതങ്ങളെ സ്വീകരിച്ച നാട്, വിവിധ മതങ്ങൾക്ക് ജന്മം നൽകിയ നാട്, വിവിധ ദർശനങ്ങൾക്ക് മടിത്തൊട്ടിലൊരുക്കിയ നാട്. ആ നാട്ടിൽ നിന്ന് വരുന്ന ഞാൻ മതങ്ങളെ പറ്റിയോ മതത്തിന്റെ അധ്യാപനങ്ങളെ പറ്റിയോ പറയുന്നില്ല. ഞാൻ പറയുന്ന മതം സ്നേഹത്തിന്റെ മതമാണ്, പ്രേമത്തിന്റെ മതമാണ്. ആ മതത്തിന്റെ ദൈവം സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും മൂർത്തിമൽഭാവമാണ്. ഇന്ത്യയുടെ ആത്മാവ് ലോകത്തിന്റെ മുന്നിൽ തുറന്നു വെക്കുകയായിരുന്നു സ്വാമി വിവേകാനന്ദൻ. ആ സ്വാമിജിയുടെ അനുയായികളാണ് ഇന്ത്യയിലെ ഹൈന്ദവ സഹോദരങ്ങൾ. പ്രിയമുള്ളവരെ, ആ ഗാന്ധിജിയെ പോലും നിങ്ങൾ ചിന്തിച്ചു നോക്കാൻ. സ്വാതന്ത്ര്യം കിട്ടി 1 വർഷം ജീവിക്കാൻ അനുവദിച്ചോ? 1948 ജനുവരി മാസം 30-ാം തീയതി ആ മഹാത്മാവിന്റെ വിരിമാറിലേക്ക് വെടിയുണ്ട പായിച്ചു. ആരാ? ഇവരല്ലേ? ഒരു മാടപ്രാവിനെ പോലെ പിടഞ്ഞു വീണു മരിച്ചു നാഥുറാം ഗോഡ്സെ എന്ന് പറയുന്ന ഭീകരൻ. ആ ഭീകരൻ വിശുദ്ധനാണെന്ന് വിശേഷിപ്പിച്ച പ്രജ്ഞാസിംഗ് ഠാക്കൂർ എന്ന് പറയുന്ന ഭീകരവാദി, വിവിധ സ്ഫോടന കേസുകളിൽ പ്രതിയായിട്ടുള്ള ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്രിമിനലുകളിൽ ഒന്ന്. നരേന്ദ്രമോദിയും അമിത്ഷായും BJPയും ടിക്കറ്റ് കൊടുത്ത് മധ്യപ്രദേശിൽ നിർത്തി മത്സരിപ്പിച്ച് പാർലമെന്റിൽ കൊണ്ടുവന്ന് പാർലമെന്റിന്റെ പ്രതിരോധ സമിതിയിലെ ഉപദേശക സമിതി അംഗമാക്കിയില്ലേ? പാർലമെന്റിൽ നിന്നുകൊണ്ടും പ്രസംഗിച്ചു ഗോഡ്സെ വിശുദ്ധനാണെന്ന്. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റ്, ആ പാർലമെന്റ് പോലും അശുദ്ധമായി പോയില്ലേ? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അബുൽ കലാം ആസാദ്, ഡോക്ടർ BR അംബേദ്കർ, അതേ പ്രകാരം തന്നെ ഇന്ദിരാ പ്രിയദർശിനി, രാജീവ് ഗാന്ധി, വിശ്വനാഥ് പ്രതാപ് സിംഗ്, AK ഗോപാലൻ അടക്കമുള്ള പ്രഗത്ഭരായ ഭരണ നൈപുണ്യമുള്ളവർ, അവരുടെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയായ ഇന്ത്യൻ പാർലമെന്റ് ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ കൊണ്ട് അശുദ്ധമാകുന്ന ഒരു സാഹചര്യം വന്നാൽ ഇന്ത്യക്കാരൻ നിശബ്ദമായിരിക്കണമോ? നാം ഇന്ത്യയെ വീണ്ടെടുക്കണം. സ്വാമിജിയുടെ ഇന്ത്യ, ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയുടെ ഇന്ത്യ, രവീന്ദ്രനാഥ ടാഗോറിന്റെയും അല്ലാമ ഇക്ബാലിന്റെയും ഇന്ത്യ. ആ ഇന്ത്യയുടെ വീണ്ടെടുപ്പിനായി നമുക്കൊന്നിച്ചണിചേരാം. ആ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങ് കന്യാകുമാരിയുടെ തീരപ്രദേശം മുതൽ കാശ്മീരിന്റെ മലമടക്കുകൾ വരെ മരണമായി മഞ്ഞുകൾ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും എന്റെയും നിങ്ങളുടെയും ഉമ്മയായ 95 വയസ്സുള്ള ഒരു സഹോദരിയെ നിങ്ങൾ കാണുന്നില്ലേ ഷഹീൻബാഗിൽ? പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും മക്കൾ AC റൂമുകളിൽ സുഖമായി ഉറങ്ങുമ്പോ പാവപ്പെട്ട മനുഷ്യർ അമ്മിഞ്ഞ പാലിന്റെ ഗന്ധം വിട്ടുമാറിയിട്ടില്ലാത്ത മുല്ലപ്പൂ പോലെ സുഗന്ധമായ കൊച്ചുമക്കൾ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, അഭിമാനത്തോടെ മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പോരാട്ടത്തിന്റെ ഭൂമിയിൽ മഞ്ഞും ചൂടും സഹിച്ചുകൊണ്ട് കഴിയുന്നു. ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ എത്ര സഹോദരങ്ങൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്? പാവപ്പെട്ട ചന്ദ്രശേഖർ ആസാദ് എന്ന് പറയുന്ന ധീരനായ ദേശാഭിമാനിയെ നിങ്ങൾ കാണുന്നില്ലേ? പല മിർ ജാഫർമാരും സമുദായത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഡൽഹി ഇമാം അടക്കം. ലജ്ജിച്ചുകൊണ്ട് ഞങ്ങൾ പറയട്ടെ, മൗലാനമാരെന്ന പട്ടം നൽകി പ്രിയമുള്ളവരെ എന്ത് പേക്കൂത്തുകൾ കാണിച്ചാലും അവരെ ആദരിക്കുമെന്ന് ആരും ധരിക്കേണ്ട കാര്യമില്ല. ഡൽഹി ഇമാം ഭരണത്തിന് പാദസേവ ചെയ്തുകൊണ്ട് പലതും നേടിയെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സമരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഭരണകൂടത്തിന് പാദസേവ ചെയ്യാൻ തയ്യാറായപ്പോ ചന്ദ്രശേഖർ ആസാദ് എന്ന് പറയുന്ന മനുഷ്യനെ തങ്ങളുടെ ഇമാമായി അംഗീകരിച്ചുകൊണ്ട് ഡൽഹി ജുമാ മസ്ജിദിൽ 10,000-ങ്ങളല്ല ലക്ഷങ്ങൾ രംഗത്ത് വന്നില്ലേ? അതാണ് പ്രശ്നം. അവിടെ വിശ്വാസവും കർമ്മവുമാണ് സംഗതി, ജനനമല്ല. കേരളത്തിൽ ഒരു ഗവർണർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, ആരിഫ് ഖാൻ, രാഷ്ട്രീയ ഭിക്ഷാന്തേഹി. എത്ര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അദ്ദേഹം പോയത്? ഇനി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ അദ്ദേഹത്തിന് പോകാൻ? ഇന്നും അദ്ദേഹത്തിന് സുഖത്തോടുള്ള ആ ഒരു താല്പര്യം അവസാനിച്ചിട്ടില്ല. കേരളത്തിൽ വന്നിട്ട് ഇവിടുത്തെ UDF-കാരെയും ഇവിടുത്തെ LDF-കാരെയും അദ്ദേഹം ഭരണഘടന പഠിപ്പിക്കാൻ പോവുകയാണ്. ഒരു കാര്യം പറയട്ടെ ആരിഫ് ഖാനോട്,
താങ്കൾ ഗുജറാത്തിന്റെ ഗവർണർ അല്ല. കേരളം ഇത്തിരി പോകുന്ന ഒരു സ്റ്റേറ്റ് ആണ്. പക്ഷേ അഭിമാനത്തോടെ ഞങ്ങൾ പറയട്ടെ, കേരളത്തിലെ ജനങ്ങൾ അഭിമാനബോധമുള്ളവരാണ്, സാക്ഷരതയുള്ളവരാണ്, ആണത്തമുള്ളവരാണ്. അത് നിങ്ങൾ പഠിക്കണം. കേരളത്തെ പറ്റി നിങ്ങൾ മനസ്സിലാക്കണം. എന്താ കേരളത്തിന്റെ പൈതൃകം? എന്താ കേരളത്തിന്റെ പൈതൃകം? ചുരുങ്ങിയ പക്ഷം ആ തിരുവനന്തപുരം ജില്ലയുടെ ചരിത്രമെങ്കിലും പഠിച്ചതിന് ശേഷമാണ് ആ രാജ്ഭവനിൽ കടന്ന് ശീതീകരിച്ച മുറിയിൽ ഉറങ്ങാനെന്ന് ആരിഫ് ഖാനെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നിങ്ങൾക്കറിയില്ലേ, നാരായണ ഗുരു മനുഷ്യത്വമാണ് എന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, മനുഷ്യത്വമാണ് എന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരിൽ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടി കടന്നുപോയ നാരായണ ഗുരുവിന്റെ ജന്മം തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴുതിയാണ്. ആ നാരായണ ഗുരുവിന്റെ സമാധി തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലെ ശിവഗിരി കുന്നിലാണ്. തിരുവനന്തപുരത്തിന്റെ ചരിത്രമാണത്. മേലാളന്മാർ തൊലി കറുത്തുപോയൊരു സമൂഹത്തിന് പൊതുനിരത്തിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചിരുന്നു. അക്ഷരം പഠിക്കാനുള്ള അവസരം നൽകിയിരുന്നില്ല. തങ്ങളുടെ ആരാധനാമൂർത്തിയെ ഒന്ന് വണങ്ങുവാനുള്ള അവകാശവും താല്പര്യവും സ്വാതന്ത്ര്യവും നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ആഠ്യത്വത്തിന്റെ പ്രതീകമായ തലപ്പാവ് ധരിച്ചുകൊണ്ട് മേലാളത്വത്തിന്റെ പ്രതീകമായ വില്ലുവണ്ടിയിലൂടെ തിരുവനന്തപുരത്തിന്റെ രാജവീഥിയിലൂടെ യാത്ര ചെയ്ത ശ്രീമാൻ അയ്യങ്കാളി, ആ അയ്യങ്കാളിയുടെ ചരിത്രം അറിയുമോ ആരിഫ് ഖാന്? പഠിക്കണം. തിരുവനന്തപുരം ജില്ലയിലാണ് വക്കം എന്ന് പറയുന്ന പ്രദേശം. രണ്ട് ധീരദേശാഭിമാനികളുണ്ട്. ഒന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവി, സാമൂഹ്യ പരിഷ്കരണത്തിന്റെ ഉജ്ജ്വലമായൊരു അധ്യായമാണ്. മറ്റൊന്ന് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ്. 27 വയസ്സുള്ളപ്പോൾ തൂക്കിലേറ്റപ്പെട്ട ചെറുപ്പക്കാരനാണ് അബ്ദുൽ ഖാദർ. സുഭാഷ് ചന്ദ്രബോസിന്റെ INA അംഗമായതിന്റെ പേരിൽ തൂക്കിലേറ്റി 1943 സെപ്റ്റംബർ മാസം 10-ാം തീയതി ആത്മഹത്യാ സ്ക്വാഡിൽ അംഗമായതിനു വേണ്ടി. അദ്ദേഹം മരിക്കുന്നതിന്റെ തലേ ദിവസം എഴുതിയ കത്തുണ്ട്. ചരിത്രത്തിന്റെ തങ്കത്താളുകളിൽ രേഖപ്പെടുത്തപ്പെട്ട വാചകങ്ങളാണ്. സമയം ചുരുക്കമായതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അദ്ദേഹത്തെ തൂക്കിലേറ്റുന്നു. തൂക്കിലേറ്റുന്നതിന്റെ ദിവസം 1943 സെപ്റ്റംബർ മാസം 10 റമദാൻ മാസം 7-ാം ദിവസം വെള്ളിയാഴ്ച രാവിലെയാണ് തൂക്കിലേറ്റുന്നത്. തൂക്കിലേറ്റാൻ കൊണ്ടുവന്ന് തൂക്കുമരത്തിന്റെ അടുത്ത് നിർത്തി അബ്ദുൽ ഖാദറിനോടും ചോദിച്ചു, അബ്ദുൽ ഖാദർ, ബ്രിട്ടീഷ് രാജിനെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ താങ്കൾക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത് നടപ്പിലാക്കാൻ പോകുന്നു, എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എന്റെ ഉമ്മ, എന്റെ വാപ്പ, എന്റെ സഹോദരങ്ങൾ അവരങ്ങ് കേരളത്തിലാണുള്ളത്. തമിഴ്നാട്ടിൽ വെച്ചാണ് തൂക്കിക്കൊല്ലുന്നത്. അവരെ കാണണം എന്നതല്ല എന്റെ അന്ത്യാഭിലാഷം. എനിക്ക് അവസരമുണ്ടെങ്കിൽ ഞാൻ മഹ്ശറയിൽ വെച്ച് കണ്ടുകൊള്ളാം. ഞാൻ എത്രത്തോളം അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് മരണത്തെ വരവേറ്റതെന്ന് എന്റെ ദൃക്സാക്ഷികളിൽ നിന്നെങ്കിലും എന്റെ ഉമ്മ ബാപ്പമാർ, എന്റെ സഹോദരങ്ങൾ അറിയുമ്പോൾ അവർ അഭിമാനിക്കും. ഞാൻ മഹ്ശറയിൽ വെച്ച് അവരെ കണ്ടുകൊള്ളാം. എന്റെ ആഗ്രഹം എന്തെന്ന് നിങ്ങൾക്കറിയുമോ? അത് നടപ്പിലാക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഞാനടക്കം 5 പേർക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. അതിൽ അനന്തൻ നായർ എന്ന് പറയുന്ന 22 ഹൈന്ദവനായ ഒരു സഹോദരനുണ്ട്. ഞാൻ മുസൽമാനായ 22 മുസൽമാനായ അബ്ദുൽ ഖാദർ, 22 മുസൽമാനായ ഈ അബ്ദുൽ ഖാദറിനെയും 22 ഹൈന്ദവനായ അനന്തൻ നായരെയും ഒന്നിച്ചു തൂക്കിലേറ്റാൻ ബ്രിട്ടീഷുകാരാ നിനക്ക് സാധിക്കുമോ? സാധിക്കുമെങ്കിൽ അതാണ് എന്റെ അന്ത്യാഭിലാഷം എന്ന് പറഞ്ഞ വക്കം അബ്ദുൽ ഖാദറിന്റെ ഓർമ്മകൾ ആരിഫ് ഖാൻ താങ്കളെ വേട്ടയാടുക തന്നെ ചെയ്യും. സംശയിക്കേണ്ട കാര്യമില്ല. താങ്കൾ ആ തിരുവനന്തപുരം ജില്ലയുടെ ചരിത്രമെങ്കിലും ഒന്ന് പഠിച്ചതിന് ശേഷമായിരിക്കണം കേരള ജനതയോട് സംസാരിക്കാൻ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇവിടെ അബ്ദുള്ള കുട്ടിയുടെ കാര്യം പറഞ്ഞു. ആ പേര് പറഞ്ഞ് ഞാൻ ഈ വേദിയെ മലീമസമാക്കുന്നില്ല. പ്രിയമുള്ളവരെ, ആ വിഷയം ഞാൻ തൊടുന്നില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടെ വേദഗ്രന്ഥമായ ഭരണഘടനയ്ക്ക് വേണ്ടി, ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യത്തിന് വേണ്ടി, മതേതരത്വത്തിന് വേണ്ടി പോരാട്ടത്തിന്റെ പാതയിൽ ദേശീയ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹാത്മജിയുടെയും മൗല അലി സഹോദരന്മാരുടെയും BR അംബേദ്കറുടേതും അടക്കമുള്ള ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ദേശീയ ഗാനം ഉരുവിട്ടുകൊണ്ട്, ആസാദി മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ തോക്കുകൊണ്ട് സംസാരിച്ചാലും ശരി, ലാത്തി കൊണ്ട് അടിച്ചമർത്താൻ ശ്രമിച്ചാലും ശരി, സാധ്യമല്ല. ഈ സമരം വിജയം കാണുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ ആ സമരത്തിലേക്കുള്ള പ്രയാണത്തിൽ രക്തസാക്ഷിത്വം വരിക്കും. രണ്ടാമതൊരു മാർഗമല്ലാതെ മൂന്നാമതൊരു മാർഗം ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വീകാര്യമല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തെമ്പാടും നടക്കുന്ന പ്രതിഷേധ സമരങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ചരിത്രമുറങ്ങുന്ന കരുനാഗപ്പള്ളിയുടെ മണ്ണിൽ അണിചേർന്ന മുഴുവൻ മനുഷ്യ സ്നേഹികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.